कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഭാരതപ്പുഴയുടെ തീരവും ആ തീരത്തെ വിശ്വാസങ്ങളും പറഞ്ഞു അറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് വടക്കേ മലബാറിലെ വടക്കൻ കേരളത്തിലെ തെയ്യക്കാഴ്ചകളെക്കുറിച്ച് കണ്ടു. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. ഇന്നിതാ വീണ്ടും ഒരു ഗ്രാമ ഐശ്വര്യത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നാം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ കാഴ്ച കാണുമ്പോൾ വലിയ പാടവും പാടത്തിനക്കരെ പൂത്തു നിൽക്കുന്ന ചെടികളുമൊക്കെ കാണും. കണ്ടത്തിലമ്മ തെയ്യത്തെക്കുറിച്ചാണ് ഇന്നലെ നാം പറഞ്ഞത്. കണ്ടത്തിലമ്മ എന്ന വയലമ്മ സാന്നിധ്യമാകുന്ന പ്രകൃതിഭാവത്തെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഈ ദിവസം നാം നിൽക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശത്താണ്. ഒറ്റപ്പാൽ. ഒറ്റപ്പാലത്തിനരികിലെ ഒരു മനോഹരമായ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. കാഴ്ചകൾക്കായി കാത്തിരിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അതിനാൽ എല്ലാം അവിടുന്ന് ചെയ്യുന്നുവെന്ന് കാണണം. നമ്മളൊരു ഉപാധി മാത്രം. ഒരു പിടി മണ്ണ് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ എത്ര ശ്രദ്ധ വേണമോ, ഒരു നദിക്ക് കുറുകെ കെട്ടിയ കമ്പിയിൽ കൂടി നടക്കുവാൻ എത്ര ശ്രദ്ധ വേണമോ, അതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. ചൈതന്യധാരയാകുന്ന വാക്കുകളിലൂടെ ശ്രദ്ധയോടെ ജീവിക്കുവാൻ നമുക്കാകട്ടെ. വയലിലെല്ലാം കുടികൊള്ളുന്ന, കതിരാകുന്ന അനുഗ്രഹത്തെ നൽകുന്ന നല്ലമ്മയെക്കുറിച്ച് പറയുവാൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന ഒരു ദേശം. ഈ ദേശം ഒറ്റപ്പാലമാണെന്ന് പറഞ്ഞല്ലോ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഈ പാടവരമ്പ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അതിപുരാതനമായ ഒരു ക്ഷേത്ര വിശ്വാസങ്ങളിലേക്കാണ്.
ഒറ്റപ്പാലത്തിനും സമീപത്തുള്ള ഷൊർണൂർ ഭാഗങ്ങളിലുമായി നിരവധി പുരാതനമായ ക്ഷേത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ക്ഷേത്ര കാഴ്ചകളിൽ വിസ്മയം കൂറിയിട്ടുണ്ട്. ആ വിസ്മയങ്ങളെയെല്ലാം ഒന്നുകൂടി, ആ ഓർമ്മകളെയെല്ലാം ഉണർത്തിയെടുക്കുവാനും അതിനോടൊപ്പം വിശുദ്ധമായൊരു ക്ഷേത്രസങ്കല്പം കാണുവാനുമായിട്ടാണ് ഇന്നത്തെ യാത്ര. ഒറ്റപ്പാലം റെയിൽ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലത്ത് പാലം കടന്ന് പിന്നീട് ഒരു ടോൾ ജംഗ്ഷൻ വരും, ഒരു ടോൾ ബൂത്ത് വരും. ടോൾ ബൂത്ത് കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വലതുവശത്തേക്ക് കനാൽ റോഡുണ്ട്. ഈ കനാൽ റോഡിൽ തന്നെ കിരാതേശ്വരം ക്ഷേത്രത്തിൻ്റെയൊക്കെ വലിയ കവാടം വെച്ചിട്ടുണ്ട്, വലിയ സ്വാഗത കവാടം വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ കനാൽ വഴിയിലൂടെ അകത്തേക്ക് നേരെ വന്നാൽ ഏതാണ്ട് ഒരു കഷ്ടിച്ചൊരു 1 കിലോമീറ്റർ വരുമ്പോഴാണ് മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന മറ്റൊരു കവാടം കാണാനാകുന്നത്. നമ്മുടെ ലക്ഷ്യം മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. ഈ കഴിഞ്ഞു പോയ നരസിംഹ ജയന്തി നാളിൽ ഉത്സവം ആഘോഷിച്ച് 7 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ആറാട്ടിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ക്ഷേത്രഭൂമിയിലേക്കാണ് നാം എത്തുന്നത്. ഈ പാടം കടന്ന് നമുക്ക് ആ ക്ഷേത്രഭൂമിയിലേക്ക് ചെല്ലാം. ഷൊർണൂറിനും ഒറ്റപ്പാലത്തിനും വേറൊരു സ്വഭാവമാണ്. പൊതുവിൽ നാം കേരളത്തിലെ എല്ലാ ക്ഷേത്രഭൂമികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ ദേശങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വഭാവങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂപ്രകൃതിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ പോകുമ്പോഴാണ് പാടം കടന്ന് ക്ഷേത്രത്തിലേക്കും ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചുമൊക്കെ പോകുന്ന ഭക്തരെ ധാരാളം കണ്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒറ്റപ്പാലത്ത് എത്തുമ്പോഴും അതുതന്നെ, പാടം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തർ ധാരാളം പോകുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പാലത്തിലെ ക്ഷേത്രക്കുളത്തിന്, ക്ഷേത്രവിശ്വാസങ്ങൾക്ക്, ക്ഷേത്ര കാഴ്ചകൾക്ക് ഒക്കെ ഒരു പ്രത്യേക ചൈതന്യമാണ്. പല ക്ഷേത്രങ്ങൾ, അതായത് ഷൊർണൂർ ഭാഗത്ത് ആറങ്ങോട്ടുകരയിൽ നിരവധി ക്ഷേത്രങ്ങൾ, ആറങ്ങോട്ടുകര കാർത്യായനി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ചൈതന്യത്തെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനാകുന്നുണ്ടായിരുന്നു. ആറങ്ങോട്ടുകര കാർത്യായനി ക്ഷേത്രത്തിലാകട്ടെ മാലതി ലതയെയാണ് ആരാധിക്കുന്നത്. ശ്രീകോവിലിൽ നാം ഓർക്കുന്നുണ്ടല്ലോ ആ ക്ഷേത്രം. അവിടെ ഒരു വിഗ്രഹ പ്രതിഷ്ഠയോ യാതൊന്നുമില്ല, പ്രതിഷ്ഠകൾ ഏതുമില്ല, ഒരു മാലതി ലത. ആ മാലതി ലത വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. പോരാത്തതിന് ക്ഷേത്രത്തിനകത്ത്, ശ്രീകോവിലിനകത്തൊരു ചെറിയ തുരങ്കവും കാണാം. അതിനുള്ളിലൂടെ പണ്ട് ജലം പ്രവഹിച്ചു വരുമായിരുന്നുവെന്നും ആ ക്ഷേത്രം ആകെ മുങ്ങിപ്പോകുമായിരുന്നു എന്നുമൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഒരു വളരെ ശക്തിയുള്ളൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറിയേടത്ത് താത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സങ്കല്പങ്ങളുമൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു കാഴ്ച ആറങ്ങോട്ടുകര കാണിച്ചു തന്നുവെങ്കിൽ അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ പുരാതനമായ ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രക്കുളങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകളും അതേ യാത്രയിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട് എങ്കിലും വീശുന്ന കാറ്റിൽ ഒരല്പം തണുപ്പ് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ജലാശയം ഇവിടെയുണ്ട്. ഇത് ക്ഷേത്രക്കുളമാണ്. മുൻപ് കാലത്ത് മായന്നൂർ ക്ഷേത്രത്തിൻ്റെ ഇരുവശത്ത് പുഴകളായിരുന്നു. മധ്യത്തിലായിട്ട് ഒരു കാടുണ്ടായിരുന്നു. ആ കാടിനുള്ളിലാണ് ക്ഷേത്ര സാന്നിധ്യം ഉണ്ടായിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇന്നും മായന്നൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തെ പ്രസിദ്ധങ്ങളായ പുരാതനമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിനും സ്ഥാനമുണ്ട്. ഇനി നാം ഈ സഞ്ചരിക്കുന്ന ഭൂമിയുണ്ടല്ലോ, അതായത് ഇവിടെ ഇപ്പോൾ ക്ഷേത്രക്കുളം കാണാം. ക്ഷേത്രക്കുളം കഴിഞ്ഞാൽ തന്നെ ഒരു വിശാലമായ പറമ്പൊക്കെ കാണാം. ഈ പറമ്പുകളിലെല്ലാം ഇവിടെയെല്ലാം ഋഷിമാർ തപസ്സിരുന്നു എന്നാണ് പറയുന്നത്.
ഇന്നും ദൈവപ്രശ്നമോ അതുപോലുള്ള പ്രശ്നങ്ങളോ വെച്ച് നോക്കുമ്പോൾ ഋഷിമാരുടെ തപസ്സിൻ്റെ ശക്തി ഇന്നും ഈ ഭൂമിയിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടത്രേ. അങ്ങനെ ഋഷിമാർ തപസ് ചെയ്തിരുന്ന ഭൂമി കൂടിയാണ് മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്ന ക്ഷേത്രഭൂമി എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. മാത്രമല്ല ഈ ഒരു വഴിയിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അതിപുരാതനമായ ഇരട്ടത്തട്ടുകളുള്ള ഗംഭീര ഭാവത്തിലുള്ള ഒരു ക്ഷേത്രമാണ് മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രമെന്ന് മനസ്സിലാക്കാനുമാകും. പഴക്കമുള്ള ഒരു ക്ഷേത്രം, എന്നാൽ കാലഗണന നിർണ്ണയിക്കാനാകാതെ എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്ന്, ആരാൽ സ്ഥാപിക്കപ്പെട്ട് എന്നൊന്നും വ്യക്തമായി പറയുവാനാകാതെ നിൽക്കുന്ന പഴമയുള്ള ക്ഷേത്രമാണ് മായന്നൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രം. കലംകണ്ടത്തൂർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. നമുക്ക് കാഴ്ചകളെക്കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമസ്കാര മണ്ഡപം ഒരല്പം വലിപ്പം കൂടുതലുള്ള നമസ്കാര മണ്ഡപമാണ്. പക്ഷേ ശില്പാലങ്കൃതമല്ലാത്ത നമസ്കാര മണ്ഡപത്തിന് നേരെ മുന്നിൽ ഗോളക ചാർത്തി മനോഹരമാക്കിയിരിക്കുന്ന, ചെമ്പ് പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്ന സോപാനം കാണാം. സോപാനത്തിൻ്റെ ഇരുവശത്തുമായിട്ട് ദ്വാരപാലകർക്കും ഗോളക ചാർത്തിയിട്ടുണ്ട്, ലോഹം പൊതിഞ്ഞിട്ടുണ്ടെന്ന് കാണാം. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശ്വാസം പറയുന്നത്, മുൻപ് ഈ അഷ്ടഗൃഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതായത് ബ്രാഹ്മണ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട അഷ്ടഗൃഹങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. 8 ബ്രാഹ്മണ ഗൃഹങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ആ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ഒന്ന് ആണ് ഇതിലുള്ളത് എന്ന് പറയുന്നു. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: കലം മേ മാകുലു ചെമ്പ മുരി വെള്ള എന്നിങ്ങനെയാണ് അതിനൊരൊറ്റ വാക്കിൽ പറയുന്നത്. ഈ അഷ്ടഗ്രഹങ്ങളെയും ചേർത്ത് പറയുന്നതാണ്. അതിൽ കലം എന്ന് പറയുന്ന പ്രദേശമാണ് ഈ കാണുന്ന, അല്ലെങ്കിൽ ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട 4 ഇല്ലങ്ങൾ വേറെയുണ്ട്. ആ 4 ഇല്ലങ്ങൾക്ക് കീഴിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഭരണം എന്നുമൊക്കെയാണ് ഏകദേശം ഒരു ചരിത്ര സൂചന നമുക്ക് ലഭിക്കുന്നത്. നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടി ഹാരി ഹിരണ്മയവപുർധൃത ശംഖചക്ര. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമസ്കാര മണ്ഡപത്തിൽ നാം പറഞ്ഞു വലിയ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമസ്കാര മണ്ഡപത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് കാണാം. പഴയ രീതിയിൽ ആ തടി അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ തടിയുടെ ഓരോ കഴുക്കോലും പുറത്തേക്ക് നീണ്ടു വന്നിരിക്കുന്നിടത്തൊരു ഗരുഡ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ അധികം ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കഴുക്കോലിലാണ് ആ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. 4 വശത്തും ഇതുപോലെ ഗരുഡൻ്റെ രൂപമുണ്ട്. മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സാന്നിധ്യമാകുന്നത് ശാന്തരൂപത്തിലുള്ള നരസിംഹമൂർത്തിയാണ്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചതിന് ശേഷം ശാന്തഭാവം കൈക്കൊണ്ട് ലക്ഷ്മി സമേതനായിരിക്കുന്ന നരസിംഹമൂർത്തിയാണ് ഇവിടെ സാന്നിധ്യമാകുന്നതെന്നാണ് വിശ്വാസം. ഇവിടെ ലക്ഷ്മി സമേതൻ എന്ന് ലക്ഷ്മി സാന്നിധ്യം കൂടിയുണ്ട്. വിഗ്രഹരൂപത്തിൽ നമുക്ക് കാണാനാകുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു രൂപം തന്നെയാണ്. വലിപ്പമുള്ള വിഗ്രഹമാണ്. പിന്നെ സന്ധാര മാതൃകയിലുള്ള ക്ഷേത്രഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 2 തട്ടുണ്ട്. നാം ഈ പുറത്ത് കാണുന്നതല്ലാതെ അകത്തെ തട്ടുണ്ട്. അകത്തെ തട്ടിൽ ഏറ്റവും ഉള്ളിലേക്കാണ് അത് വിഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ വളരെ ദൂരെയായിട്ടാണ് വിഗ്രഹം കാണാനാകുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണു രൂപം വിഗ്രഹത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെയേറെ കാലപ്പഴക്കമുള്ളത് കൊണ്ട് അഭിഷേക ജലമൊക്കെ വീണ് അഭിഷേകം ചെയ്ത് വിഗ്രഹത്തിൻ്റെ മുഖഭാവങ്ങൾ തെളിയാത്ത രീതിയിൽ ഒഴുകിപ്പോയിരിക്കുന്നു. അത്രമാത്രം കാലപ്പഴക്കമുണ്ട്. പക്ഷേ ഈ വിഗ്രഹം ഇവിടുന്ന് മാറ്റുന്നത് ദൈവഹിതമല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നവിധിയാൽ അങ്ങനെ തെളിഞ്ഞത് കൊണ്ട് തന്നെ ആ വിഗ്രഹം മാറ്റാതെ അതിന് മുകളിലായി ഗോളക ചാർത്തി ഭഗവത് രൂപത്തെ അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗോളക ചാർത്തിയ രൂപമാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനാകുന്നത്. സോപാനത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഗർഭശ്രീകോവിൽ കൂടിയുണ്ട്, ഒരു ചുറ്റമ്പലം കൂടി അകത്തുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരാൾക്ക് നടക്കാൻ പാകത്തിനുള്ള വീതി അകത്തുണ്ട്. അതിനുശേഷമാണ് അകത്തെ അറ വരുന്നത്. ആ അകത്തെ അറയിലും ഏറ്റവും പുറകിലേക്കായിട്ടാണ് വിഗ്രഹ സാന്നിധ്യമുള്ളത്. അങ്ങനൊരു പ്രത്യേക നിർമ്മിതി ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശാന്തസ്വരൂപനായിട്ടുള്ള നരസിംഹമൂർത്തി സാന്നിധ്യം എന്നതും വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ സന്താനലബ്ധി എന്ന് വെച്ചാൽ സന്താനങ്ങൾ തീരെ ഉണ്ടാകില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നവർ പോലും ഈ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ഭക്തരായ വിശ്വാസികൾ പറയുന്നു.
സന്താന ലബ്ധിക്ക് വേണ്ടി, പിന്നെ സന്താനങ്ങൾക്ക് ശ്രേയസ്കരമായ ഒരു ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കേണ്ടത് ഈ തിരുനടയിലാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കലമേ മാകുലു ചമ്പാ മൂരി വെള്ള എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന അഷ്ടഗ്രഹങ്ങളിൽ കലം എന്ന വാക്കിനെയാണ് ഈ പ്രദേശം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കലം എന്ന ഗൃഹത്തിൽപ്പെടുന്ന 4 ബ്രാഹ്മണ ഇല്ലങ്ങൾ. അത് വരിക്കാശ്ശേരി മനയുണ്ട്, അതിൽ ഒളപ്പമണ്ണയുണ്ട്, അതുപോലെ തന്നെ കാടമ്പറ്റ മനയുണ്ട്, പിന്നെ ഓട്ടൂർ. ഇങ്ങനെ ഇത്രയും മനകൾ, 4 മനകളാണ് ഉള്ളത്. അതിൽ തന്നെ വരിക്കാശ്ശേരി മനയ്ക്ക് ഒരു കാലത്ത് വലിയ പ്രമാണിത്വം വളരെ കൂടുതലായിരുന്നു. രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കുവാനുള്ള അവസരവും അതിനുള്ള യോഗ്യതകളുമൊക്കെ വരിക്കാശ്ശേരി മനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഏതോ ഒരു കാലത്ത് അരിയിട്ട് വാഴ്ചയിൽ നടക്കുന്ന സമയത്ത് വരിക്കാശ്ശേരി മനക്കാർ എന്തുകൊണ്ടോ രാജാവിൻ്റെ അപ്രീതിക്ക് പാത്രീഭവിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് അവർ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. അങ്ങനെ പോകേണ്ടി വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രം തെക്കേ മഠത്തിന് അധീനതയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ തെക്കേ മഠത്തിൻ്റെ അധീനത, ഇന്നും തെക്കേ മഠത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രഭൂമി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ പ്രദക്ഷിണ പാതയിൽ നിന്ന് ഒരല്പം ഉയരത്തിലായിട്ടാണ് ഗണപതിക്കും അയ്യപ്പനും സാന്നിധ്യമുള്ളത്. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ഗണപതിക്ക് വിഗ്രഹരൂപവും അയ്യപ്പന് ശിലാരൂപവുമായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ മൂർത്തികളായ 2 മൂർത്തിഭാവങ്ങളെയും ദർശിച്ചു വരുമ്പോൾ ഗണപതിക്ക് വേറെയും ചില സാന്നിധ്യങ്ങൾ കാണാനാകും. ഇപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത, അതായത് പ്രധാന ശ്രീകോവിലിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുമ്പോൾ പുറത്തേക്ക് മുകളിലേക്ക് വലുതായി ശില്പങ്ങളോ മറ്റൊന്നും കാണുന്നില്ല. ദാരുവിൽ തീർത്ത കഴുക്കോലുകൾ ഉണ്ടെങ്കിലും ആ ദാരുവിൽ വലിയ ശില്പരൂപങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ അധിഷ്ഠാനത്തിൽ ചിലയിടങ്ങളിൽ രൂപങ്ങളുണ്ട് താനും. അതിൽ തന്നെ സാധാരണ ക്ഷേത്രങ്ങളിൽ പറയുന്നത് തെക്കു പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് ഗണപതി സ്ഥാനം എന്നാണ്. തെക്കു പടിഞ്ഞാറേ മൂല എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഏകദേശം ഗണപതി രൂപം കാണാനാകുന്നു. പക്ഷേ ഈ ചേർപ്പുകളിലെല്ലാം ഉള്ള രൂപങ്ങളിൽ ചിലതൊക്കെ വ്യാളിയും ഒക്കെയാണ് എന്ന് ഊഹിച്ചെടുക്കാനാകുന്നു എന്നല്ലാതെ മുഴുവനും കാലപ്പഴക്കം കൊണ്ട് വല്ലാതെ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. ഒരു ഏകദേശ ഗണപതി രൂപം ഒന്ന് ഊഹിച്ചെടുക്കാമെന്നല്ലാതെ വ്യക്തമായിട്ട് നമുക്കൊന്നും കാണാനാകുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ രൂപങ്ങളും ഇതുപോലെ ചേരുന്ന പ്രദേശങ്ങളിലെല്ലാം ഉള്ള ശില്പങ്ങളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യരൂപങ്ങളാണ്, അല്ലെങ്കിൽ ഭൂതഗണങ്ങളാണ്, വേതാള രൂപങ്ങളാണ്, ഉണ്ണിഭൂതമാണ് എന്നൊക്കെ ചില തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വ്യക്തമായി ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം കാലപ്പഴക്കം ഈ ശ്രീകോവിലുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്.
ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് എങ്കിലും കിംപുരുഷ ഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആനയുടെ രൂപമുണ്ട്, ആമയുടെ രൂപമുണ്ട്, ഇതിനിടയ്ക്ക് മുഖഭാവങ്ങൾ കിംപുരുഷ മുഖഭാവങ്ങൾ ചേർത്തിരിക്കുന്നുവെന്ന് കാണാം. അതും തന്നെയും ഒരു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ചിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആലേഖനമാണ്. ചാക്യാർ കൂത്തിൻ്റെയോ അല്ലെങ്കിൽ ഓട്ടം തുള്ളലിൻ്റെയൊക്കെയോ മുഖഭാവങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള മുഖരൂപങ്ങളാണ് ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതും നാം എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ അധികം ക്ഷേത്രങ്ങളിൽ കണ്ട് പരിചയിച്ചിട്ടില്ല. ഇനി ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ എല്ലാ രൂപങ്ങളും തെളിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരു രൂപം നമുക്ക് വ്യക്തമായി കാണാനാകും. അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന ശ്രീരാമ രൂപമാണ് അത്. തൊട്ടരികിലായി വാനര രൂപവും കാണാം. ഒരുപക്ഷെ സുഗ്രീവനാവണം. ബാലി നിഗ്രഹത്തിനായി തയ്യാറായി നിൽക്കുന്ന രാമനെ അഭയം പ്രാപിച്ചു നിൽക്കുന്ന സുഗ്രീവനാകണം. ഇത് ആകണം എന്നേ പറയാനാകുള്ളൂ, ഉറപ്പിച്ച് പറയാനാകില്ല. എങ്കിലും അമ്പും വില്ലും എടുത്തു നിൽക്കുന്ന, വില്ല് കുലച്ചു നിൽക്കുന്ന ഒരു വീരന്റെ ഭാവം തന്നെയാണ് ഈ ശില്പത്തിലുള്ളതെന്ന് മനസ്സിലാക്കാം. ക്ഷേത്ര നിർമ്മിതിയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിന് 2 പ്രണാളങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് തീർത്ഥവാരികൾ 2 എണ്ണം ഉണ്ട് എന്ന് കാണാം. നാം പറഞ്ഞു വലിയ ശ്രീകോവിലിനകത്ത് മറ്റൊരു ഗർഭശ്രീകോവിൽ കൂടിയുണ്ട്. 2 തട്ടുകളുണ്ട്. അതിൻ്റെ മധ്യത്തിലായിട്ടാണ് വിഗ്രഹം നിലകൊള്ളുന്നത്. അതുകൊണ്ട് 2 തട്ടുകൾ ഉള്ളതുകൊണ്ടാവണം ഇവിടെ 2 തീർത്ഥവാരിയുമുണ്ട്. ഈ തീർത്ഥവാരി ആകട്ടെ മകരസിംഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ, മകരസിംഹം വ്യാളി രൂപത്തിന് സമാനമായ രീതിയിൽ മകരസിംഹ രൂപം നമുക്ക് കാണാനാകും. മകരസിംഹത്തിൻ്റെ മസ്തകം പോലെ തന്നെ സമാനമായ വലിയ ശിരസ്സാണ് ഇവിടെയുള്ളത്. അതിൻ്റെ വലിപ്പം കൊണ്ട് പണ്ടുകാലത്തെ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ രാജാവ് അതിന് കൊടുത്തിരുന്ന പ്രാധാന്യം എത്രത്തോളം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥവാരിയുടെ വലിപ്പം കണ്ടിട്ടാണ് അത് മനസ്സിലാക്കിയിരുന്നെന്ന് പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ വലിപ്പമുള്ളൊരു തീർത്ഥവാരിയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഏത് കാലത്ത് ഏത് രാജാവായാലും ശരി മായന്നൂർ നരസിംഹമൂർത്തിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇനി അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിന് ചേർന്ന് അല്ലെങ്കിൽ പ്രധാന ഗർഭശ്രീകോവിലിന് മുമ്പിലത്തെ ആ ഒരു നടപ്പാത, ഒരു മുഖമണ്ഡപം പോലെ ഉണ്ടെന്ന് പറയുന്നത്, അവിടെ നിന്നും ഒരു തീർത്ഥവാരി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ തീർത്ഥവാരിയോടും അതിനോട് ചുറ്റുചേർന്ന് എല്ലായിടത്തും നാം നേരത്തെ പറഞ്ഞപ്പോൾ ശില്പരൂപങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് ഇത് ഇന്ന രൂപമാണെന്ന് പറയാനാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആനയുടെ ഗജമസ്തകവും അതുപോലെ വ്യാളി രൂപങ്ങളും തെളിഞ്ഞു കാണാമെന്നല്ലാതെ മനുഷ്യരൂപങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് അങ്ങനെ ചേർന്ന് ഒരൊറ്റ ശിലയായോ അല്ലെങ്കിൽ എന്താണ് എന്ന് വ്യക്തമാകാത്ത ഭാവത്തിലോ ഒക്കെ ആയിത്തീർന്നിരിക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഭക്തർ പ്രാർത്ഥിക്കുന്ന മായന്നൂർ തിരുനടയിൽ നാം വീണ്ടും നിൽക്കുകയാണ്. കലം കണ്ടത്തൂർ എന്ന് ഈ ദേശത്തിന് നാമം വരുവാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ബ്രാഹ്മണ ദമ്പതികൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയത്രേ. അവരുടെ പ്രാർത്ഥനകളും അതിൻ്റെ പൂജ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കലശം പക്ഷേ എന്തുകൊണ്ടോ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ കലശം പിന്നീട് ഇവിടെ വെച്ച് കണ്ടെത്തുകയും ആ കലശം അഥവാ കലം കണ്ടെത്തിയ ദേശം കലം കണ്ടത്തൂർ എന്നറിയപ്പെടാനും തുടങ്ങി. അതിനുശേഷമാണ്, അതായത് ആ കലശം പ്രാർത്ഥനകളുടെ, ആ ബ്രാഹ്മണ ദമ്പതികളുടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ കലശം, അത് ക്ഷേത്രത്തിന് കാരണമായതുകൊണ്ടാണ് ഇവിടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. ക്ഷേത്ര കാഴ്ചകളിൽ ഈ മഹനീയതയെല്ലാം പറയുമ്പോൾ വളരെ വലിപ്പമുള്ളൊരു മണിക്കിണറും പിന്നെ ഉത്സവത്തിന് വേണ്ടിയിട്ട് അലങ്കരിച്ച് നിൽക്കുന്ന ക്ഷേത്രവും ഒക്കെ നമ്മുടെ ആ ഒരു ക്ഷേത്ര വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ദീപ്തഭാവത്തെ ഉണർത്തുകയാണ്. 2 തട്ടുകളുള്ള ഈ ശ്രീകോവിൽ തന്നെയാണ് മായന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയാം. ഈ ശ്രീകോവിലിൻ്റെ വലിപ്പവും അത് കാണിക്കുന്ന അതിൻ്റെ ഒരു പ്രാധാന്യവും ഗംഭീരഭാവവും ഒക്കെ ഈ ക്ഷേത്രത്തിനെ നമുക്ക് കാലഗണന നിർണ്ണയിക്കാനാകാത്തൊരു ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും പറഞ്ഞു തരുവാൻ പ്രാപ്തമാക്കുന്നുണ്ട്. ഈ ക്ഷേത്രഭൂമിയിൽ നാം എത്തിയത് ആറാട്ടിൻ്റെ നാളാണെന്ന് പറഞ്ഞുവല്ലോ. ഇനി ആറാട്ടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. പക്ഷേ ആ കാഴ്ചകൾക്കായി നാളെ വരേക്കും കാത്തിരിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. നരസിംഹ കവചം വക്ഷേ പ്രഹ്ലാദേനോദിതം പുരാ സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം സർവസമ്പത്കരം ചൈവ സ്വർഗമോക്ഷപ്രദായകം ധ്യാത്വാ നരസിംഹം ദേവേശം ഹേമസിംഹാസനസ്ഥിതം. വിവിർത്താസ്യം ത്രിനയനം ശരദിന്ദുസമ
भी